ഏവർക്കും നമസ്കാരം. രാമായണം അമൃതമാകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിഷയത്തിലേക്ക് മുന്നോട്ട് പോകാം. കാരണം അമൃതം രാമായണം എന്നുള്ള പേരിൽ നിങ്ങളുടെ മുന്നിൽ അറിയുന്ന കാര്യങ്ങളും ഗുരുക്കന്മാർ പറഞ്ഞു തന്നതും എഴുതിയെടുത്തിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൂടുതലായിട്ട് പറയാനുണ്ട്. എങ്കിലും നമുക്കൊരു വിവരണം എന്നുള്ള രീതിയിൽ ആ കഥാരൂപത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ ആ ജ്ഞാനമാർഗത്തിലേക്ക് നമുക്ക് വരാൻ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് കഥയോട് ചേർന്ന് ഉപകഥകളോ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഉപമയോ ചേർത്ത് വെച്ച് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ നമുക്ക് ബാലിയുടെ കാര്യത്തിലെടുത്തപ്പോൾ ആ ബാലി രാവണനെ 7 സമുദ്രങ്ങളിൽ സന്ധ്യാവന്ദനം ചെയ്യുന്നിടയ്ക്ക് വാലിൽ കെട്ടിയിട്ട് മുക്കിയെടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരനക്കവുമില്ലാതെ അവിടെ ആ സമയം വരെ രാവണൻ കിടക്കേണ്ടി വന്നു, അനങ്ങാൻ പറ്റാതായിപ്പോയി. അത്രയും വാലിന് മാത്രം ശക്തിയുള്ള ബാലിയെ നമുക്ക് കാണാൻ സാധിച്ചു. ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താ വെച്ചാൽ അത്രയും ശക്തിശാലിയായ ബാലിയോടാണ് സുഗ്രീവന് യുദ്ധം ചെയ്യാതെ ഋഷ്യമൂകാചലത്തിലേക്ക് വന്നത് എന്നും നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് പിന്നീട് നമുക്ക് ഒരു രാജകുലത്തിൽ ജനിച്ചതുകൊണ്ട് വന്ന് യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ സുഗ്രീവന് വീണ്ടും സംശയമാണ്, അല്ലേ? ഇവിടെ ബാലി തൻ്റെ വാലിൽ കെട്ടിക്കിടക്കുന്ന ആള് ആരാണെന്ന് നോക്കിയേ. ആ സമയത്ത് രാവണനാണ്. ആ സമയത്ത് തന്നെ തൻ്റെ ശിരസ് കുനിച്ച് അടിയറവ് പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും യുദ്ധം ചെയ്യുകയില്ല. കാരണം യുദ്ധം ചെയ്താൽ രാവണൻ തോൽക്കും. ഒന്ന് നോക്കുക, വേണമെങ്കിൽ അവിടെ തന്നെ രാവണനോട് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ രാവണൻ ബാലിയോട് യുദ്ധം ചെയ്യാമായിരുന്നു. പക്ഷേ ആ ഒരു സമയം കൊണ്ട് തന്നെ സന്ധ്യാവന്ദനങ്ങളിൽ 7 സമുദ്രങ്ങളിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ശക്തി. അപ്പോൾ ഇദ്ദേഹത്തിനോട് മല്ലിടാൻ സാധിക്കില്ല. അവിടെ കോംപ്രമൈസ് ചെയ്തു. നമ്മൾ തമ്മിൽ ഇനി യുദ്ധം ചെയ്യില്ല, അല്ലേ? അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു ഭാഗം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. എന്താ ഭാഗം? ബാലി രാവണനുമായിട്ട് യുദ്ധം ചെയ്യാത്തത് കൊണ്ട് വേണമെങ്കിൽ ശ്രീരാമചന്ദ്രന് ബാലിയെ കൂട്ടുപിടിച്ച് രാവണനെ കൊല്ലാമായിരുന്നു, അല്ലെങ്കിൽ ബാലിയെ പറഞ്ഞയച്ച് സീതയെ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാവുമായിരുന്നു. പക്ഷേ തൻ്റെ അനുജന്റെ പത്നിയെ പോലും തൻ്റെ പത്നിയാക്കി വെക്കാൻ ആഗ്രഹമുള്ള ഒരു കിഷ്കിന്ധ്യ രാജാവ് നാളെ ഇതേപോലെ എന്തെങ്കിലും ചെയ്താൽ തൻ്റെ സുഹൃത്തിനെ വധിച്ചതായിട്ട് പോലും നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൂടെ? അതുകൊണ്ടാണ് സുഗ്രീവനിലേക്ക് എത്താൻ സാധിച്ചത് എന്ന് തുല്യ ദുഃഖിതരായ 2 പേർ ഒത്തുചേർന്നപ്പോൾ അതീവ ബലശാലികളായി ബാലിയെ പോലും വധിക്കാൻ സാധിച്ചു. ഇവിടെ നമുക്ക് ഒന്ന് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ബാലിശ്യമായ കാര്യങ്ങൾ നമുക്കുണ്ട്. എന്താണ് ബാലിശ്യമായ കാര്യങ്ങൾ? ചെറിയ ചെറിയ കാര്യത്തിനെ മോഹിച്ച് വലുതാക്കി അത് കിട്ടാതായപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മനസ്സിൻ്റെ ക്രോധത്തെ വർദ്ധിപ്പിച്ചു, ദേഷ്യത്തെ വർദ്ധിപ്പിച്ചു, മറ്റുള്ളവരോടുള്ള ഭാവത്തെ വ്യത്യാസപ്പെടുത്തി. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ആ ക്രോധത്തെയും കാമത്തെയും ചേർത്ത് വെച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ നമുക്ക് അതീവ ബലശാലിയായിട്ട് ആര് മാറി? ആഗ്രഹം പൂർത്തീകരിക്കാത്ത ശരീരവും മനസ്സും ബുദ്ധിയുമായി മാറി. അപ്പോൾ അതിനെ തകർക്കാൻ ഈ സാധാരണ ഒരു ശരീരം കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സാധിക്കാൻ പറ്റാതായി. അങ്ങനെ ബാലിശ്യമായ വികാരങ്ങൾക്ക് പുറകിൽ മനുഷ്യൻ ഓടിയപ്പോൾ ആ മനുഷ്യനെ തകർക്കാൻ ആർക്ക് സാധിക്കില്ല? രാവണന് പോലും സാധിക്കില്ല. അപ്പൊ രാമനും ആ കാമക്രോധങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിന് തകർക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ശക്തമായി തൻ്റെ ആയുധങ്ങൾ കൊണ്ട് വധിക്കാൻ സാധിക്കുന്ന ശ്രീരാമചന്ദ്രന് മാത്രമേ സാധിക്കൂ. അതാണ് ഈശ്വര കടാക്ഷം കൊണ്ടാണ് ഈ ബാലിശമായ വികാരങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കാനുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് സുഗ്രീവ സഖ്യത്തിലൂടെ ബാലി നിഗ്രഹണത്തിന് മുമ്പ് സുഗ്രീവൻ പറയുന്നു, ഇത്തരത്തിൽ ബാലി നിഗ്രഹിച്ച ഒരുപാട് ഋഷീശ്വരന്മാരുടെ തലയോട്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. ഈ തലയോട്ടികൾ, അതായത്
ശരീരത്തോടു കൂടി ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ അവരെല്ലാം കൊന്ന് നശിപ്പിച്ച് വർഷങ്ങളോളം ആയപ്പോൾ ആ മജ്ജയും മാംസവുമെല്ലാം രക്തവുമെല്ലാം പോയപ്പോൾ എല്ല് കഷ്ണങ്ങളായി മാറി. ഇതിനെ തൻ്റെ തള്ളവിരൽ കൊണ്ട് തള്ളിക്കളയണം, തള്ളി ഇത്ര ദൂരെ അപ്പുറത്തേക്ക് ഇടണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, താൻ എടുത്ത സഖ്യത്തിന് വേണ്ടിയിട്ട് ആ തള്ളവിരൽ കൊണ്ട് അതിനെ ദൂരേക്ക് തട്ടിക്കളഞ്ഞപ്പോൾ അവിടെയും പിന്നീടൊരു ചോദ്യം. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ അത് കൊണ്ടുവന്നിട്ടപ്പോൾ ശരീരത്തിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അല്ലേ? അസ്ഥി ആയപ്പോൾ ശരീരത്തിലെ മജ്ജയും മാംസവും എല്ലാം പോയപ്പോൾ വെയിറ്റ് കുറഞ്ഞു. അതുകൊണ്ട് സിമ്പിളായിട്ട് വേണമെങ്കിൽ തട്ടിക്കളയാം അല്ലേ? ഇപ്പം നമ്മൾ കുട്ടികൾ തമ്മിൽ മത്സരം വയ്ക്കുമ്പോൾ അവർ ശക്തി പിടിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 കൈകൾ ചേർത്ത് വെച്ച് ശക്തി പിടിച്ച് ആര് മത്സരിക്കും ആര് ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ അവിടെ ചില സമയത്ത് കുട്ടികൾ വലത്തെ കൈയോ ഇടത്തെ കൈയോ ചേർത്ത് വെച്ച് 2 കൈകൾ വെച്ച് ഒരാളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും എന്നതിന് അതിൽ എങ്ങാനും മുതിർന്ന ആൾക്കാർ തോറ്റു കഴിഞ്ഞാൽ ആഹ്ലാദിക്കുന്ന ആ കുട്ടികൾ ആ സമയത്ത് മുതിർന്ന ആൾക്കാരുടെ ഒരു ആകാംക്ഷയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആ മുതിർന്ന ആൾക്കാർ പറയും, നിങ്ങൾ 2 കൈയും വെച്ചിട്ടാണ് എന്നെ തോൽപ്പിച്ചത്, ഒരു കൈയിൽ ആണെങ്കിൽ ആ 2 കൈയും ചേർത്താൻ പാടില്ല, നിയമം തെറ്റാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മളൊക്കെ അത് ചെയ്തിട്ടുണ്ടാവാം. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുണ്ടാവാം. അതേപോലെ തന്നെ സുഗ്രീവൻ പറയാണ്, അതൊക്കെ എല്ല് കഷ്ണങ്ങളായി അല്ലേ, അതൊന്നും തട്ടിക്കളയാൻ വലിയ ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ശാലവൃക്ഷങ്ങൾ 7 എണ്ണമുണ്ട്, ഒരസ്ത്രം കൊണ്ട് ഈ വൃക്ഷങ്ങളെ ഭേദിച്ചു പോകണം എന്ന് പറഞ്ഞു. തൻ്റെ ആവനാഴിയിൽ നിന്നും അസ്ത്രമെടുത്ത് അതും നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ ശ്രീരാമചന്ദ്രന് സാധിച്ചു അല്ലേ? അപ്പോൾ ഇതെല്ലാം കാണിച്ചു കൊടുത്തപ്പോഴാണ് സുഗ്രീവന് പോലും തൻ്റെ സുഹൃത്തിനോടുള്ള ഒരു ബന്ധം ഊട്ടി ഉറപ്പിച്ച് അതിനെ ശ്രേഷ്ഠമാക്കിയെടുത്ത് ബാലിയെ നിഗ്രഹിക്കാൻ സാധിക്കുമെന്നുള്ള ബോധ മനസ്സിലേക്ക് വന്നത് എന്ന് ചിന്തിക്കാം. അപ്പോൾ സുഗ്രീവൻ എന്ന് വെച്ചാൽ നീണ്ട കഴുത്തുള്ളവരെന്നും ഗ്രീവൻ എന്ന് വെച്ചാൽ കഴുത്തിനെ പ്രദാനം ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഉയർന്ന് ചിന്തിക്കാനും ഉയർന്ന് പ്രവർത്തിക്കുവാനുള്ള ദീർഘദൃഷ്ടി നമുക്കുണ്ടാവണമെന്നൊക്കെ ഇവിടെ നമുക്ക് കാഴ്ചപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ആ വൃക്ഷങ്ങളെ മോക്ഷം കൊടുക്കാൻ ശ്രീരാമചന്ദ്രന് സാധിച്ചു. അതിനുശേഷം അവിടെ ബാലിയെ യുദ്ധത്തിന് വിളിക്കണം. എങ്ങനെയാണ്? ശ്രീരാമചന്ദ്രന് ഒരിക്കലും നേരിട്ട് പോയി യുദ്ധത്തിന്, കാരണം താൻ ഇതുവരെ കാണാത്ത ആള്, പരിചയപ്പെടാത്ത ആള്, യാതൊരു കാരണവശാലും തർക്കമോ ഒന്നുമില്ലാത്ത ആള്, പിന്നെ എങ്ങനെയാണ് ശ്രീരാമൻ യുദ്ധത്തിന് വിളിക്കുക? അപ്പോൾ സുഗ്രീവനെ തന്നെ അവിടെ ചെന്നു. അവിടെയും നമുക്ക് കഥ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇവർ തമ്മിൽ തെറ്റിപ്പടങ്ങാനുള്ളത് ഒരു മായാ അസുരൻ്റെ കാര്യം. ആ മായാ അസുരൻ സുഗ്രീവൻ ബാലി രാജാവായിരിക്കുന്ന സമയത്ത് അവിടെ വന്നു യുദ്ധത്തിന് ക്ഷണിച്ചു. അവസാനം യുദ്ധം ചെയ്യുന്നിടയ്ക്ക് അദ്ദേഹം ആ മായാവി ഓടി 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 ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിക്കുന്നു. ആ ഗുഹയ്ക്കകത്തേക്ക് സുഗ്രീവൻ കയറുന്ന സമയത്ത്, അല്ല ബാലി കയറുന്ന സമയത്ത് പറയാണ്, സുഗ്രീവ, എങ്ങാനും ഈ ഗുഹയ്ക്ക് പുറത്തുകൂടെ പാലാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്കറിയണം ആ മായാവിയായ അസുരനാണ് ജയിച്ചത്, അല്ല മായാവിയായ അസുരനാണ് തോറ്റത്, എന്നാൽ ഞാൻ തിരിച്ചു വരും. നേരെ മറിച്ച് രക്തമാണ് വന്നതെങ്കിൽ നീ ഈ ഗുഹമുഖം നല്ലൊരു പാറക്കഷ്ണം കൊണ്ട് അടച്ചു വെച്ച് ഒരു കാരണവശാലും ആ മായാവിക്ക് പോലും ഇതിൻ്റെ പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള ഒരു കാര്യം ചെയ്ത് നീ പോയി രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടതും ഒരുപാട് വിഷമത്തോടു കൂടിയാണെങ്കിലും ആ സമയത്ത് മായാവിയുടെ ആ അസുരന്റെ മായാശക്തി കൊണ്ട് ഗുഹയ്ക്ക് പുറത്തുകൂടെ രക്തമൊഴുകി വരുന്നത് കണ്ടു. ആ സമയത്ത് ബാലിയാണ്, തൻ്റെ ജ്യേഷ്ഠനാണ് മരിച്ചത് എന്ന് കരുതി അവിടെ നമുക്ക് എന്ത് ചെയ്തു? ഗുഹാമുഖം അടച്ചു വെച്ചു. വർഷങ്ങൾ യുദ്ധം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മായാവി ചെയ്ത ഒരു ദ്രോഹം അത് കേൾക്കുവാൻ പോലും ബാലിക്ക് സാധിച്ചില്ല. അവിടെ നിന്നും സുഗ്രീവൻ എന്ത് ചെയ്തു? രാജ്യം ഭരിക്കാൻ തുടങ്ങി. സുഖലോലുപനായിട്ട് അദ്ദേഹം രാജ്യം ഭരിച്ചു. പക്ഷേ തൻ്റെ ജ്യേഷ്ഠപത്നിയെയും അവിടെ സംരക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി. കുറച്ച്
കഴിഞ്ഞപ്പോൾ ബാലി അവിടെ ഓടിയെത്തുകയാണ്. അപ്പോഴാണ് അറിയുന്നത് തൻ്റെ അനുജൻ രാജഭരണത്തിലേക്ക് പോയി അവിടെ ഗുഹാമുഖം അടച്ചു വെച്ച് അദ്ദേഹം സ്ഥലത്ത് വിട്ടു അല്ലേ. അപ്പൊ തിരിച്ച് യുദ്ധത്തിന് ക്ഷണിക്കുന്നു. അവിടെ ബാലി സുഗ്രീവൻ യുദ്ധം നടക്കുന്നു. അവിടെ നിന്നും സുഗ്രീവനെ തല്ലി ഓടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സുഗ്രീവൻ ഓടുന്ന സമയത്ത് സുഗ്രീവന്റെ കൂടെ അനുയായികൾ, സുഗ്രീവനോടുള്ള ബന്ധമുള്ള ആൾക്കാരും കൂടി കൂടെ പോകുന്നു. പക്ഷെ സുഗ്രീവന്റെ കൂടെ ഭാര്യയെ പറഞ്ഞയക്കുന്ന രുമ അവിടെ തന്നെ ആയിപ്പോയി. അങ്ങനെ രുമയെ പോലും തൻ്റെ രാജാധികാരവും ബലവും കൊണ്ട് അവിടെ സംരക്ഷിക്കുകയും തൻ്റെ ഭാര്യയാക്കി മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ ഓടി ഓടി കുറേ ദൂരം ഓടിയതാണ്. ആ സമയത്ത് നമുക്ക് ശരിക്കും വാൽമീകി രാമായണം ഈ സന്ദർഭങ്ങൾ വായിക്കണം. പറ്റുമെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി പഠിക്കുന്ന, ഭൂമിശാസ്ത്രം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ വാൽമീകി രാമായണത്തിൽ സുഗ്രീവനും ബാലിയും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ഈ രാജ്യം മുഴുവൻ ഓടിയെത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ സ്ഥലത്തും കൂടെ പോകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ വർണ്ണനയെയും ആ സ്ഥലത്തിൻ്റെ ഭാഗങ്ങളെയും കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ രാമായണം എന്ന് പറയുന്നത് ഇതിഹാസ കാവ്യമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ നമുക്ക് വിളിച്ചോതുന്ന ഒരു മഹാസങ്കല്പമായിട്ട് കാണാം. അപ്പോൾ ഹിസ്റ്ററി എല്ലാം പഠിക്കുന്ന ആൾക്കാർക്ക് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു ഭാഗം കൂടിയാണ് സുഗ്രീവനും ബാലിയും തമ്മിൽ യുദ്ധം ചെയ്യുന്ന ആ ഓട്ടത്തിലൂടെ. അങ്ങനെയാണ് ബാലി കേറാമല എന്ന് പറയുന്ന ആ മലയിൽ കയറി അദ്ദേഹം ഇരിക്കുന്ന ഋഷ്യമൂകാചലം. അതിന് കഥ നമുക്കറിയാൻ സാധിക്കും. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ഒരു പോത്തിന്റെ തലയും അസുരനായിരുന്ന മുന്തുബി എന്ന് പറയുന്ന ആ അസുരൻ 1000 ആനയുടെ ശക്തി ഉണ്ടായിരുന്നു. അതുമായിട്ട് ബാലി യുദ്ധം ചെയ്തു. അതിൻ്റെ തല ഭേദിച്ച് വലിച്ചെറിഞ്ഞപ്പോൾ അത് ഈ ഋഷ്യമൂകാചലത്തിൽ തപസ്സിരുന്ന ഋഷിയുടെ മടിയിൽ ചെന്ന് മാതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ മുനി ശപിക്കുന്നതായിട്ട് ഋഷ്യമൂകാചലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി ഈ സ്ഥലത്ത് നിനക്ക് കയറാതിരിക്കാൻ സാധിക്കട്ടെ. ഈ മലയിൽ കയറിയാൽ നിന്റെ കാല് വെച്ചാൽ അപ്പോൾ നിന്റെ തല പൊട്ടിത്തെറിക്കുമെന്നുള്ള കാര്യം അവിടെ മാതംഗ മുനി ശപിക്കുകയും അങ്ങനെ ഋഷ്യമൂകാചലത്തിൽ ഇരിക്കാൻ സാധിക്കുകയും സുഗ്രീവൻ ഓടി ഓടി എല്ലാ സ്ഥലത്തും ഓടിയെത്തി. പക്ഷേ ഋഷ്യമൂകാചലത്തിൽ എത്തിയപ്പോൾ അവിടെ ബാലിക്ക് കയറാൻ പറ്റാതെയായി. ആ ശാപം കൊണ്ട് ചിന്തിച്ചു നോക്കൂ. ചിലവർക്ക് ശാപം കിട്ടുന്നത് ചിലവർക്ക് പുണ്യമാണ്, ചിലവർക്ക് ഗുണമാണ് അല്ലേ. അപ്പോൾ ഇതേപോലെ സുഗ്രീവന് സുരക്ഷിതമായ സ്ഥലം കിട്ടാൻ സാധിച്ചത് ബാലിയുടെ ശക്തി മാത്രമല്ല, ബാലി വലിച്ചെറിഞ്ഞ ഒരു പോത്തിന്റെ തല മടിയിൽ വീണ ആ ഋഷി ശപിച്ചത് കൊണ്ട് അവിടെ ബാലി കേറാമല എന്നുള്ള മലയും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ബാലി സുഗ്രീവൻ നമുക്ക് ജീവിതം എടുത്തു നോക്കിയാൽ സൂര്യന്റെ തേരാളിയായ അരുണൻ ഒരിക്കൽ സ്ത്രീ വേഷത്തിൽ വന്ന് ദേവലോകത്ത് ചെന്ന് ഇന്ദ്രനെ കണ്ടു എന്നാണ്. അപ്പോ ആ ഇന്ദ്രൻ നമുക്കറിയാം, ഇന്ദ്രന്റെ സ്വഭാവം, ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം നമുക്കറിയാം. അപ്പോൾ തന്നെ ആലിംഗനം ചെയ്തു. ആ സ്ത്രീ വേഷത്തിൽ ഒന്ന് ജന്മം കിട്ടിയതാണ് ബാലി. സൂര്യന് മോഹമുണ്ടായി ഇവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു അല്ലേ. അപ്പൊ ഇന്ദ്രനും സൂര്യനും ഉണ്ടായിരുന്ന പുത്രന്മാരായിട്ട് നമുക്ക് കാണാം. സ്ത്രീ വേഷത്തിൽ സൂര്യന് കണ്ടപ്പോൾ ജനിക്കുന്ന ആളായിട്ടാണ് സുഗ്രീവനെ കാണുന്നത് അല്ലേ. അപ്പോൾ അരുണൻ, ദേവേന്ദ്രൻ, അതായത് ദേവേന്ദ്രൻ സ്വീകരിച്ചപ്പോൾ അവിടെ ബാലിയായിട്ടും അല്ലേ. അരുണൻ അതായത് സൂര്യ ഭഗവാൻ ആലിംഗനം ചെയ്തപ്പോൾ അവിടെ സുഗ്രീവനായിട്ടും 2 മക്കളുടെ ജന്മം നമുക്ക് പറയുന്നു. ഇവിടെ ഒന്നുകൂടി വിശദമാക്കി പറയാണ്. സൂര്യന്റെ തേരാളിയായ അരുണൻ ഒരിക്കൽ സ്ത്രീ വേഷം മാറിക്കൊണ്ട് ദേവേന്ദ്രന്റെ സ്ഥലത്ത് ചെന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലെ, ദേവേന്ദ്രന്റെ സ്ഥലത്ത് ഇഷ്ടംമാരി ഡാൻസും പാട്ടും കൂത്തും എല്ലാം നടക്കുന്നു. ഒരുപാട് അപ്സരസുകൾ അവിടെ ഗംഭീരമായിട്ട് ദേവലോകത്ത്. അപ്പൊ അത് കാണാൻ വേണ്ടി
ഒരു ദിവസം അല്ലേ, ഇപ്പം നമുക്ക് കഠിനമായ മഴ വന്നു കഴിഞ്ഞാൽ സൂര്യപ്രകാശം നമുക്ക് തീരെ കാണില്ല. അപ്പോൾ സൂര്യന് ലീവാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷെ സൂര്യൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു കഥാരൂപത്തിൽ വന്നപ്പോൾ അരുണൻ അവിടെ ദേവേന്ദ്രനെ കണ്ടു. അപ്പൊ ദേവേന്ദ്രൻ ഇതുവരെ കാണാത്ത ഒരു സ്ത്രീ രൂപം കണ്ടപ്പോൾ വേഗം ചെന്ന് ആലിംഗനം ചെയ്തു. അവിടെ നിന്നും ഒരു കുഞ്ഞുണ്ടായി എന്നും അത് ബാലിയായിട്ട് മാറിയെന്നും അത് തിരിച്ചു വന്നപ്പോൾ സൂര്യൻ കാത്തു നിൽക്കുകയാണ്. എവിടേക്കാ പോയത് എന്നുള്ള അന്വേഷണമായി അല്ലേ. ഒരാൾ ലീവ് എടുത്തു പോയാൽ ഉടനെ അപ്പം നമുക്ക് എന്തിനാ പോയേ, ഏതിനാ പോയേ എന്നുള്ള ചോദ്യം വന്നു. ആ ചോദ്യത്തിൽ അരുണൻ വീണ്ടും പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്ത്രീ വേഷത്തില് ദേവേദ ലോകത്ത് പോയി എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആർക്ക് മോഹമുണ്ടായി? സൂര്യഭഗവാന് മോഹമുണ്ടായി. ആ രൂപം എനിക്ക് കൂടി കണ്ടാൽ കൊള്ളാമെന്ന് അല്ലേ. അപ്പൊ കണ്ടു, അവിടെ തന്നെ ആലിംഗനം ചെയ്തു, അവിടെ ഒരു പ്രസവം നടന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് പുത്രന്മാരെ നമുക്ക്, ബാലിയെയും സുഗ്രീവനെയും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ഇവിടെ നമുക്ക് ബാലി സുഗ്രീവന്റെ കഥ, സഹോദരന്മാരുടെ കഥ നമ്മൾ മനസ്സിലാക്കുന്നതും അവിടെ ശ്രീരാമന്റെ സഖ്യത്തോടുകൂടി ശ്രീരാമൻ ബാലിയെ വധിക്കാൻ തയ്യാറെടുക്കുന്നു. സുഗ്രീവൻ ചെന്ന് ബാലിയെ വീണ്ടും യുദ്ധത്തിന് വിളിക്കുകയാണ് അല്ലേ. പണ്ട് ഓടിച്ചിട്ട ആളാണ്, പക്ഷെ ഇപ്പൊ ആരുടെയോ പിൻബലം കൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ് എന്ന് ആര് പറഞ്ഞു? താര പറയുന്നുണ്ട്. ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനുമായി സഖ്യം പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങ് പോകരുത്, കാരണം ബാലി ഒറ്റയ്ക്ക് വന്നിട്ടല്ല എതിർക്കുന്നത്, അങ്ങയെ ചിലപ്പോൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് അങ്ങ് പോകരുത് എന്ന് താര പറയുന്നുണ്ട്. പക്ഷേ തൻ്റെ ബലശക്തിയെയും തൻ്റെ രാജാധികാരത്തെയും അഹങ്കാര ചിഹ്നങ്ങളായി വെച്ചുകൊണ്ട് അവിടെ യുദ്ധത്തിന് പുറപ്പെടുന്നു. അപ്പോ മനസ്സില്ലാതെയും താര അവിടെ നിന്നും എന്തു ചെയ്യുന്നു? അദ്ദേഹത്തെ ആനയിക്കുന്നു. അവിടെ നിന്നും സുഗ്രീവനായിട്ട് ഗംഭീരമായ യുദ്ധം നടത്തുന്നു. പക്ഷേ ഈ സഹോദരന്മാരുടെ രൂപങ്ങളെല്ലാം തുല്യമാണ്, യുദ്ധതന്ത്രങ്ങളെല്ലാം തുല്യമാണ്. അതുകൊണ്ട് ശ്രീരാമചന്ദ്രന് ഒളിഞ്ഞു നിന്നിട്ട് പോലും ഇതിൽ ആരാണ് സുഗ്രീവൻ, ആരാണ് ബാലി എന്ന് പോലും തിരിച്ചറിയാത്ത രൂപസാദൃശ്യത്തോടുകൂടി കാണുമ്പോൾ തൻ്റെ ആയുധം അവിടെ അയച്ച് വധിക്കാൻ മടി കാണിക്കുന്നു. വേദനിച്ച് അവശനായി തിരിച്ചു ഓടി വരുന്ന ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്ക് ആ സുഗ്രീവൻ ചോദിക്കുന്നു, അങ്ങ് എന്നെ തല്ലുകൊള്ളിക്കാൻ വേണ്ടിയിട്ടാണോ ഇതെല്ലാം ചെയ്തത് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബാലിശ്യമായ കാര്യങ്ങളിൽ നിന്നും തല്ലുകൊള്ളണം. ചില കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വയ്ക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ആ പ്രശ്നങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ഒരടി കിട്ടുക അല്ലേ. ഞാൻ നേരത്തെ പണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാമായണത്തിൽ പറയണ്ടായി, ഒരമ്മ മുടി വേറെടുക്കുന്ന സമയത്ത് കുട്ടിയെ തലയ്ക്ക് കിണുക്കുന്നതായിട്ട് അല്ലേ. അപ്പം അതേപോലെ ആ കിണുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മൾ കുറച്ചുകൂടി ബുദ്ധി ശക്തി നമുക്ക് വർദ്ധിക്കും. അതേപോലെ തന്നെ ബുദ്ധിക്ക് ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും മന്ദഗതി ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഊർജിതപ്പെടുത്താൻ സാധിക്കും. അപ്പം അതേപോലെ അടി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും അടി കിട്ടിയിട്ട് മതിയായില്ലേ, ഇനി ഞാൻ പോകുന്നില്ല എന്ന് പറയും. ഉടനെ തന്നെ ലക്ഷ്മണനോട് പറഞ്ഞ് അവിടെയുള്ള വനത്തിലെ വൃക്ഷങ്ങളിലെ പൂക്കളെല്ലാം വലിച്ച് വനമാലയാക്കി ആ കഴുത്തിലിട്ട് കൊടുക്കും അല്ലേ. കഴുത്തിലിട്ട് കൊടുത്ത് ഇനി നീ പോയി യുദ്ധത്തിന് വാ, കാരണം നിങ്ങൾ തമ്മിൽ തിരിച്ചറിയാത്തത് കൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ വധിച്ചതായിട്ട് ആര് ചിന്തിക്കരുത്, ഈ രാജ്യം പറയരുത് അല്ലേ. രാമന് തെറ്റുപറ്റി എന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പാടില്ല. അപ്പം നിങ്ങളുടെ സ്വരൂപങ്ങൾ ഒരേപോലെയാണോ അല്ലേ? നമുക്കും പലപ്പോഴും ചിന്തിക്കുന്നതാണ്. നമ്മൾ അറിയാതെ തെറ്റുപറ്റാതിരിക്കാൻ വളരെ ശ്രദ്ധയായിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഭരണമായിട്ട് ഇട്ടുകൊടുക്കുന്നു. അവിടെ നിന്നും വീണ്ടും യുദ്ധത്തിന് ക്ഷണിക്കുന്നു. അപ്പോഴും താര പറയുന്നുണ്ട്, സുഗ്രീവൻ സാധാരണ യുദ്ധത്തിനല്ല വിളിക്കുന്നത്, അങ്ങേ വധിക്കാനാണ് വിളിക്കുന്നത്. ഉടനെ ബാലി അതെല്ലാം കേൾക്കാതെ മുന്നോട്ട് പോയി സുഗ്രീവനായി യുദ്ധം നടത്തുന്നു. ഒളി അമ്പായിട്ട് അസ്ത്രമെയ്ത് അവിടെ ആ സമയത്ത്
താര ഒരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ സ്വർണ്ണമാലയായതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. മണിമാലകൾ ഇട്ട് കൊടുക്കുന്ന ആ താര. അവിടെ നമുക്ക് നോക്കിയാൽ ആ വനമാലകൾ ഇട്ട ആ ആളെ തൻ്റെ സുഹൃത്തായിട്ട് കാണാനും ബാലിയെ രാജാവിൻ്റെ രൂപത്തിലുള്ളത് കൊണ്ട് ആ മാല കണ്ട് മാറാനും ചിന്തിച്ചു എന്നുള്ളതാണ്. അവിടെ ഒളിയമ്പ് കൊണ്ട് ബാലിശ്യമായ വികാരങ്ങളെയെല്ലാം ശ്രീരാമൻ ഒറ്റ അസ്ത്രം കൊണ്ട് വധിച്ചു. ഇത്രയും സർവശക്തനായ ബാലിശ്യമുള്ള വികാരങ്ങളെല്ലാം ഉള്ള നമ്മുടെ ശരീരത്തിലെ ഒരു രാമമന്ത്രം കൊണ്ട്, രാമന്റെ അസ്ത്രമേറ്റ്, രാമന്റെ പാതുകമേറ്റ് നമുക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത്, നമ്മുടെ ദുരിതമെന്നൊരസുരനെ നീ നിഗ്രഹിക്കേണേ, ഹരിതമായൊരു ജീവിതം വരമായി നൽകണേ എന്ന് നമ്മൾ ചൊല്ലാറുണ്ട്. അപ്പോൾ ദുരിതമായ ബാലിശ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിന് രാമനാമം കൊണ്ട് ഇല്ലാതാക്കാം. ആ ബാലിശ്യമായ കാര്യങ്ങൾ നമ്മളെ ഇല്ലാതാക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഈശ്വരനുമായിട്ടൊരു സഖ്യമുണ്ടാവണം. ഞാൻ ഭഗവാനെ, ഞാൻ അങ്ങയുടെ പ്രാർത്ഥനാ ഭക്തമാണ്, അങ്ങയുടെ കാര്യങ്ങളിൽ ശ്രേഷ്ഠമായ കാര്യങ്ങൾ അങ്ങയ്ക്ക് ചെയ്തു തരാൻ സാധിക്കും, എന്നാൽ ആവും വിധം ഞാൻ അങ്ങയ്ക്ക് സേവനം ചെയ്യാം. അങ്ങ് എൻ്റെ ബുദ്ധിയിൽ എന്താണോ ചിന്തിപ്പിക്കുന്നത് അത് ഞാൻ സമൂഹത്തിനോ അല്ലെങ്കിൽ എന്നാൽ കഴിയുന്ന വിധത്തിൽ ചെയ്യാം, അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം ബാലി സുഗ്രീവ ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന് ബാലിശമായ വികാരങ്ങളെ വധിച്ച് ശ്രീരാമചന്ദ്രനോട് നിലം പതിച്ച് കിടക്കുന്ന ബാലി ചോദിക്കുന്നുണ്ട്, അല്ലയോ ശ്രീരാമചന്ദ്ര, അങ്ങ് ക്ഷത്രിയ കുലത്തിൽ ജനിച്ച ആളാണ്, ധർമ്മം പഠിച്ച ആളാണ്, അല്ലേ? ഇത്രയും രാജ്യത്തെ മനസ്സിലാക്കുന്ന അങ്ങ് എന്നെ യുദ്ധത്തിൽ ഒളിയമ്പ് കൊണ്ട് വധിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലേ? പിന്നെ ചോദിക്കുന്നത്, ക്ഷത്രിയനായ അങ്ങയ്ക്ക് നായാട്ടിന് പോകാം, ഇപ്പോൾ അങ്ങ് നായാട്ടിന് വന്നാണെന്ന് വേണമെങ്കിൽ എന്നെ വാദിച്ച് തർക്കിക്കാം, അല്ലേ? പലതും നമ്മൾ വാദിച്ചിട്ടാണ് ജയിക്കുന്നത്. അപ്പോൾ ആ വാദപ്രതിവാദത്തിലൂടെ പറയാൻ സാധിക്കുന്നത്, ക്ഷത്രിയ കുലത്തിൽ വന്ന നായാട്ടുകാർക്ക് ഏതിനെ വേണമെച്ചാലും, ഇപ്പം നമ്മൾ നേരത്തെ അയോധ്യയെ കുറിച്ച് ചിത്രീകരിക്കുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സിംഹത്തെ, പുലിയെ, പന്നിയെ ഇവയെല്ലാം നമുക്ക് വേട്ടയാടാം, പക്ഷെ കുരങ്ങനെ, വാനരനെ കൊല്ലരുത്. എന്ത് ക്ഷത്രിയ സമ്പ്രദായത്തിലുണ്ട്, അത് തെറ്റിച്ചല്ലേ അങ്ങ് എന്നെ വധിച്ചത്? ഒരു കുരങ്ങനെ വധിക്കാൻ പാടില്ല. പിന്നെയോ, രണ്ടുപേർ യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് ഒരാളെ വധിക്കുന്നത് തെറ്റല്ലേ? ഈ ചോദ്യങ്ങളെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് ബാലിശ്യമായ വികാരങ്ങളെ തന്നിൽ നിന്നും അകറ്റി നിർത്തി അവിടെ ബാലി മരണത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് താര ഓടിയെത്തി. ആ താര, അതായത് പറയുന്നൊരു ഭാഗമുണ്ട്, ഈ താരയുടെ മടിയിൽ കിടക്കേണ്ട അങ്ങ് ഈ ധാരയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ, ധരണിയുടെ മടിയിലാണല്ലോ കിടക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ വിലാപം നമുക്ക് കാണാം. താരയുടെ വിലാപം കഴിഞ്ഞ് താരയോട് പറയുന്നുണ്ട്, അവിടെ അല്ലയോ ശ്രീരാമചന്ദ്ര, അങ്ങയെ സ്തുതിച്ചുകൊണ്ട് താര പറയുന്നു. ആ താരയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് കാണാം. ആ താരയോട് പറയുന്നുണ്ട്, ഈ ശരീരമാണോ നിന്റെ ഭർത്താവ് എന്നുണ്ടെങ്കിൽ നീ പറയുന്നതായിരിക്കും ചിലപ്പോൾ ശരി, അല്ലേ? ശരീരമല്ല, ആത്മാവല്ല, നമ്മുടെ അകത്തുള്ള ഏറ്റവും എനർജിയാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ കൂടെ വസിച്ച കാലം വരെ എല്ലായ്പ്പോഴും നമുക്ക് ഭർത്താവിനെ കൊണ്ട് നടക്കാൻ പറ്റുമോ, ഭാര്യയെ കൊണ്ട് നടക്കാൻ പറ്റുമോ? അപ്പോൾ ശരീരം ഒരു കാലത്ത് ക്ഷയിക്കേണ്ടതാണ്, ശരീരം ആത്മാവിൽ നിന്നും വിലയം പ്രാപിക്കേണ്ടതാണ്. അപ്പോൾ അതെന്തായാലും ഉണ്ടാവുമെന്നുള്ള നമുക്ക് ബാലി വധത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ താര ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ബാലി സുഗ്രീവന്റെ ആ ഒരു സംവാദത്തെ നമുക്ക് കാണാനും, ബാലി വധത്തെ നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള വികാരങ്ങൾക്ക് അടിമയായിട്ട് നമുക്ക് ആധ്യാത്മികതയെയോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെയോ സുഹൃത്ത് ബന്ധങ്ങളെയോ കണക്കാക്കുകയില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് നമുക്ക് വരാൻ
ഈ ബാലി സുഗ്രീവ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.